നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് മൽ കോട്ടൺ സാരി ഡ്രേപ്പ് ചെയ്യണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ടക്കിൻ ചെയ്യുക. ടക്കിൻ ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഒറ്റ തവണ മാത്രം കേട്ടോ ചുറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ വേണിച്ചാൽ 2 തവണ ചുറ്റാം. അത് ഓരോ സാരിയുടെ നീളത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പല്ലു പോർഷൻ എടുക്കണം. ഞാൻ അങ്ങനെ കറക്കിയിട്ട് പല്ലു പോർഷൻ എപ്പോഴും നിങ്ങൾ നോക്കാം, നിങ്ങളുടെ മുട്ടിന് താഴത്ത് വരെ ഉണ്ടാവണം പല്ലു ഇങ്ങനെ വെക്കുമ്പോഴേക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ലെങ്ത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇപ്പം എല്ലാവരും ഇച്ചിരി ലെങ്ത്തിലല്ലേ വെക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നീളം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്ത് ഞാൻ അങ്ങനെ എൻ്റെ ഒരു കൈ ഇങ്ങനെ നീട്ടു കേട്ടോ. ആ ഒരു കൈ കണക്കിന് അത്ര സ്പേസ് വിടാം. നമുക്ക് ആ സ്ഥലത്ത് കുറച്ചിങ്ങനെ ടൈറ്റൻ ചെയ്യാണ്ട്. അപ്പോൾ ആ സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുക്കാം. കൈയിൻ്റെ ഒരു ഫിംഗറിനേക്കാൾ ശകലം കൂടി കൂടുതലുള്ള അത്രയും എടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പ്ലീറ്റ് കുറച്ച് വലുതെടുക്കണം. ഓക്കെ, ഞാൻ ഈ സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുക്കാറ്, പലവരും പല സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ നോക്കാട്ടോ, നമ്മൾ കുത്തുന്ന ആ ഭാഗത്ത് കുറച്ചുകൂടി നീളത്തിൽ വേണം ആ ഒരു പ്ലീറ്റിന്റെ സാധനം വരാം. ബാക്കിയുള്ളത് ഫുള്ള് ചെറിയ ചെറിയ പ്ലീറ്റ്സ്. എന്നിട്ട് ഇത് പിൻ ചെയ്യുക. ഇത് പിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പ്ലീറ്റ് ഇങ്ങനെ വിട്ടുപോരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ പിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. പിന്നെ ഇത് ബിഗിനേഴ്സിനായിരിക്കും കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. എന്നിട്ട് നിങ്ങളിത് ടൈ ചെയ്യുമ്പോഴേക്കും നേരെ നിങ്ങൾ പൊക്കിൾ നോക്കാം. പൊക്കിളിന്റെ നേരെ വേണം കേട്ടോ ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ പ്ലീറ്റ്സ് കറക്റ്റ് നമ്മുടെ പൊക്കിളിന്റെ നേരെ വരണം. എങ്കിൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ. ഇനി നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു സാരിയുടെ ആ ഗ്യാപ്പിൽ കൂടെ കൈ ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു കൈയിന്റെ ഇഞ്ചോളം വിട്ടില്ല, അതിങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നിങ്ങൾ മേലിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ആദ്യമേ തന്നെ പിൻ ചെയ്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് കൊടുക്കുക. പിന്നെ ഈ മൽ കോട്ടൺ സാരി ഭയങ്കര സുഖമാണ് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഭയങ്കര എളുപ്പമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് ഇൻസൈഡ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുടെ പല്ലു പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി നമ്മുടെ സാരി വെക്കില്ല, ഈ മൽ കോട്ടൺ സാരി എപ്പോഴും ഒന്ന് ലേസി പല്ലു ട്രൈ ചെയ്യണതാണ് മൽ കോട്ടൺ ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ വെറുതെ നോർമൽ രണ്ടായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇതിന്റെ കൂടെ ഞാൻ ഈ ഒരു മാലയാട്ടോ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ഇൻവിസിബിൾ 3 കോയിൻ മാത്രം വരണം. ഇങ്ങനത്തെ ഒരു രസമുള്ളൊരു മാലയാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. അഫോർഡബിൾ റേറ്റ് ആണ്, നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഈ ഒരു ജെല്ലി ബാങ്കിൾ, ഇത് എന്റെ ബ്ലൗസ് ആയിട്ട് നല്ല മാച്ചിങ് ഇല്ല, മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു ജെല്ലി ബാങ്കിൾ വെച്ചിട്ടാട്ടോ പെയർ ചെയ്ത്. ഈ ജെല്ലി ബാങ്കിൾ നമ്മുടെ നോർമൽ ബാങ്കിളിനെക്കാട്ടിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആ. കയ്യിലിടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ കുറച്ചും കൂടി കുപ്പിവളയിനെക്കാട്ടിലും ഇത്തിരി കൂടി എന്തോ ഒരു ഡിഫറൻസ്, ഒരു ഇച്ചിരി ഭംഗി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് വരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.